Hey guys, welcome back. ഇന്ന് ഞങ്ങൾ ഫുക്കറ്റിൽ ഒരു ഐലൻഡിൽ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് അവരുടെ തന്നെ സ്പീഡ് ബോട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരൊരു ടൈം പറഞ്ഞിട്ടുണ്ട്. സ്പീഡ് ബോട്ട് ഞങ്ങൾക്ക് സ്കെഡ്യൂൾ ചെയ്തിട്ട് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ലൊക്കേഷനും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ആ ലൊക്കേഷനിലോട്ട് പോവുകയാണ്. ഈ ഐലൻഡിൻ്റെ പേര് കോക്കനട്ട് ഐലൻഡ് എന്നാണ്. അവിടെ 2 റിസോർട്ട്സ് ആണുള്ളത്. അതിലൊന്നിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്നത്. ബുരാസുരി എന്ന് പറഞ്ഞിട്ട് ഒരു റിസോർട്ടിലാണ് ഞങ്ങൾ സ്റ്റേ ബുക്ക് ചെയ്തത്. ചെറിയ മഴയൊക്കെ ഉള്ളത് കാരണം അങ്ങനെ ചൂടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഐലൻഡിൽ പോയപ്പോഴും അവിടെയും ചെറിയ മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഞങ്ങൾ ശരിക്കും റിലാക്സ് ചെയ്യാൻ പോയിട്ട് നല്ലോണം റിലാക്സ് ചെയ്ത് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഈവൻ റിസോർട്ടായാലും നല്ല വലിയ റിസോർട്ടാണ്, കുറേ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കും വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടും. ഫുൾ വീഡിയോ എല്ലാവരും കാണണം. ഞങ്ങൾ നിൽക്കുന്ന റിസോർട്ടിൻ്റെ പേരാണ് ഐലൻഡ് എസ്റ്റേറ്റ് ബുരാസുരി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ തന്നെ പിയറുണ്ട് ഇവിടെ. നമുക്ക് അവർക്ക് സ്കെഡ്യൂൾ ചെയ്തിട്ട് ഓരോ ടൈമിന് ഇപ്പം ഞങ്ങൾ പോകാൻ പോകുന്ന 11:30-ക്കുള്ള ബോട്ടിലാണ്. പിന്നെ 12:30, 2:30, 3:30 അങ്ങനെ എന്തോ 1 മണിക്കൂർ 2 മണിക്കൂർ ഇടവിട്ട് ഓരോ ബോട്ട് സർവീസ് ഉണ്ട്. അപ്പം നാളെ തിരിച്ചു വരാനും അവരുടെ തന്നെ ബോട്ട് സർവീസ് ഉണ്ട്. ഇപ്പോൾ ചെറിയ മഴയുണ്ട് ഇവിടെ. അവരുടെ ബോട്ടിൽ നമ്മുടെ ലഗേജൊക്കെ കൊണ്ടുപോയി വെക്കുവാണ്. ഇത് ഫുൾ കവേർഡായിട്ടുള്ള ബോട്ടാണ്, അപ്പോൾ പിന്നെ നനയെന്നുള്ള പേടി വേണ്ട. ഇന്നലെ ഞങ്ങൾ പോയ ബോട്ടിലാണെങ്കിൽ സൈഡിൽ കൂടി മഴ പെയ്തപ്പോൾ സൈഡിൽ കൂടെയൊക്കെ വെള്ളം അടിച്ച് കയറി ഫുള്ള് നനയുന്നുണ്ടായിരുന്നു എല്ലാവരും. കണ്ടൽക്കാട് സ്പീഡ് ബോട്ടും ഇതൊക്കെയാണല്ലേ. ഇതാണ് നമ്മൾ പോകുന്ന റൂട്ടെന്ന് പറയുന്നത്. കടലിലോട്ട് കയറുന്നത് ഈ ഐലൻഡ് വരെ. ഇപ്പം സ്പീഡായി തുടങ്ങി. സ്പീഡ് ബോട്ട് നല്ല സ്പീഡായി തുടങ്ങി. ഇനിയിപ്പം കടലിലോട്ട് കയറും.
ഇവരിത് ഉദ്ദേശിക്കുന്ന പോലെ കെട്ടാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അവരൊറ്റ കെട്ടില നിൽക്കണമല്ലോ. അല്ല, പുള്ളി എടുത്തിട്ട് വരും. ആണോ? ഞാൻ പേടിച്ചാ വരുന്നു. നമുക്കവിടെ ഇതുണ്ട്, നമ്മളെ പിക്ക് ചെയ്യാൻ ബഗ്ഗി വണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, നോക്ക് ബീച്ച് അടിപൊളി. തുടങ്ങുമായിരിക്കും അല്ലേ? എന്നാ അങ്ങനെ പിടിച്ചോളൂ. ഞങ്ങൾ ഇവിടെ റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്തു. പക്ഷേ ചെക്ക് ഇൻ ചെയ്താലും നിങ്ങൾക്ക് റൂം കിട്ടുന്ന 3 o'clock. അപ്പോൾ അതുവരെ നമുക്ക് ഇന്ന് ലഞ്ചുണ്ട്. അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഇവിടെ റിസോർട്ടൊക്കെ കറങ്ങി കാണാം. അങ്ങനെ 3 മണിക്ക് അവർ റൂം അലോട്ട് ചെയ്യുള്ളൂ. ഇതാണ് ഐലൻഡിൽ വരുന്ന ബീച്ച് സോൺ എന്ന് പറയുന്നത്. നല്ല അടിപൊളി ബീച്ചാണ്, ഭയങ്കര ക്ലീനല്ലേ. സ്നോർക്കലിംഗ് ഒക്കെ ചെയ്യാൻ തോന്നും ആൾക്കാർ. സ്നോർക്കലിങ്ങും കയാക്കിംഗ് ഉണ്ട്, ക്ലിയർ കയാക്കിംഗ് ഉണ്ട്. പക്ഷെ ഇന്ന് മഴ ആയതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. എന്താ കഴിക്കുന്നത്? വെറ്റില് പാക്കിനേറ് പ്രോൺസ്. എങ്ങനെയുണ്ട്? അടിപൊളി, നല്ല ക്രിസ്പി. വെറ്റിലൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് അടിപൊളിയാക്കി എടുക്കുന്ന അറിയത്തില്ല. എനിക്ക് സൂപ്പ്. എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? ഈ സാധനം ഇപ്പം കഴിച്ചത് ഏത് വെറ്റിലയുടെ ടേസ്റ്റ് ഒന്നും വന്നില്ല. പ്രോൺസിന്റെ ടേസ്റ്റ്, ഇതിന്റെ ഫ്രൈൻ്റെ ടേസ്റ്റ് അടിപൊളി. സൂപ്പ് കുടിച്ചിട്ട് സൂപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സൂപ്പ് മൊത്തം തേങ്ങാപ്പാലാണല്ലേ? തേങ്ങാപ്പാൽ. മറ്റേ തായ് ഗ്രീൻ കറി ഉണ്ടല്ലോ, തായ് ഗ്രീൻ കറിയുടെ ഒരു ടേസ്റ്റാണ് സൂപ്പിന്. തേങ്ങാപ്പാലിൻ്റെ എന്തോ ഇത്ര ടേസ്റ്റ് എനിക്കറിയില്ല. തേങ്ങ വെള്ളം, കോക്കനട്ട് കരിക്ക് വെള്ളം കുടിച്ചാലും അടിപൊളി ടേസ്റ്റ്, കരിക്ക് കഴിച്ചാലും അടിപൊളി ടേസ്റ്റ് അല്ലേ? അടിപൊളിയാണ്. ഞാൻ പൈനാപ്പിൾ റൈസ് ഓർഡർ ചെയ്ത്แล้วก็ข้าวม่วงครับข้าวม่วงได้เย็น
ഇതാണ് പൈനാപ്പിൾ റൈസ്, ഒരു കറി പറഞ്ഞത്, പിന്നെ പർപ്പിൾ റൈസ് ക്വാണ്ടിറ്റി കുറച്ച് കുറഞ്ഞു പോയി. ഇത് ഇത്രയേ ഉള്ളൂ, കുഞ്ഞ് ക്വാണ്ടിറ്റി. ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നപ്പോൾ നമ്മളുടെ റൂം റെഡിയായെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബഗ്ഗി വണ്ടിയിൽ കയറി അവരുടെ റൂമിലോട്ട് നമ്മളെ ഡ്രോപ്പ് ചെയ്യുക. ഫുഡ് കുറച്ച് ഹെവി ആയിപ്പോയി, അനങ്ങാൻ വയ്യ. ഇപ്പം മഴയൊക്കെ മാറിയപ്പോൾ കയാക്കിങ് ചെയ്യുന്നുണ്ട് കുറേ പേര്. കയാക്കിംഗ് ഒക്കെ ചോദിച്ചില്ല, കയാക്കിംഗ് പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണോ എന്ന് ചോദിക്കണമെന്ന് വിചാരിച്ചതാണ്, മറന്നുപോയി. ഇത് നടന്നൊന്നും അറിഞ്ഞാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഇനി റൂമിൽ നിന്ന് ഇറങ്ങുന്നതിനെ പറ്റി ചിന്തിക്കേണ്ട. നമുക്ക് റിസപ്ഷനിൽ കോൾ ചെയ്തിട്ട് പറ്റി പറയാം, അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഓപ്പൺ ആയിരുന്നു ഓൾറെഡി. ചെരുപ്പിടണ്ടല്ലേ. ഇത് വാഷ് പീസ്, ഇവിടെ തന്നെ ഒരു വാഷ് പീസ്. അതെ, ഈ റൂമിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അവിടെ നിന്ന് അയ്യോ, എനിക്കിപ്പോഴേ തണുക്കുന്നു. റൂമിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് പൂൾ ആക്സസ് ഉണ്ട്. ഓൾറെഡി ആൾക്കാർ വന്ന് കുളിച്ചുകൊണ്ടിരിക്കുക. ഓ, സെപ്പറേറ്റ് ആയിട്ടാണ് ഇത്. ബാത്റൂമും ഇത് ടോയ്ലറ്റും. ഹൈ, ടോയ്ലറ്റ് അടിപൊളിയാണോ? ഇല്ല, കൊള്ളാലോ. ഓ, ഇത് അടുത്ത പൂള്. പൂൾ എക്സ്പ്ലോറേഷൻ. ഇത് നമ്മൾ താമസിക്കുന്ന സ്ഥലമാണ്. ഞങ്ങളുടെ പൂള് ശരിക്കും താഴെയാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ പക്ഷേ സ്റ്റേഴ്സ് പോലെ അല്ലേ മുകളിലോട്ട് കയറാനുണ്ട്. ഒരു ചെറിയ വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ വെച്ചിട്ട്. ഇത് എനിക്കൊന്ന് കുറച്ചും കൂടി ഫാമിലിക്ക് വേണ്ടിയിട്ട് മറ്റേ പിള്ളേർക്കൊക്കെ കളിക്കാൻ പോലെ ഉള്ള അങ്ങനത്തെ സ്ഥലങ്ങളും പിന്നെ അതുമൊക്കെ ഉള്ളതാണ്. ആക്സസ് ഇല്ല, നല്ല എല്ലായിടത്തും ആക്സസുകളാണ്. ഇങ്ങോട്ടേക്ക് ചുമ്മാ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. പിള്ളേർക്കുള്ളത് ഇതേണ്ട മറ്റേ തീം പാർക്കിലൊക്കെ പോലെ വാട്ടർ സ്ലൈഡൊക്കെ ഉണ്ടല്ലോ. അത് സൂര്യനൊക്കെ. അപ്പോൾ ഞങ്ങൾ
ഡ്രസ്സ് മാറി, എൻ്റെ ഡ്രസ്സൊക്കെ കിടക്കും. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫ്രഷായി, സ്വിമ്മിങ് പൂളിലൊക്കെ ഇറങ്ങി കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് ഫ്രഷായി നേരെ റെസ്റ്റോറൻറ്റിലോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മളിവിടെ ഒത്തിരി നടക്കാനുണ്ട്, റെസ്റ്റോറൻറ്റിലോട്ടൊക്കെ ആണെങ്കിൽ കുറേ ദൂരം നടക്കാനുണ്ട്. അപ്പം ഞങ്ങൾ റിസപ്ഷനിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് പോകണമെങ്കിൽ ബഗ്ഗി വണ്ടി അവർ വിളിച്ചു കഴിഞ്ഞാൽ അവരിങ്ങോട്ട് വരും, നമ്മളെ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. എനിക്കൊന്ന് പുറത്തിറങ്ങി നിൽക്കാൻ തോന്നല്ലേ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാം. നമ്മൾ പുറത്തായിട്ടത് ചെരുപ്പ്, കാരണം വെറുതെ ഉള്ളിൽ മണ്ണാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പുറത്തിട്ടു. ഞാൻ മിററ് നോക്കി സംസാരിക്കുന്നുണ്ടെങ്കിൽ. അപ്പം ശരി, നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. ഉച്ചയ്ക്ക് ഞങ്ങൾ തായ് ഫുഡാണ് കഴിച്ചത്. തായ് ഫുഡ് ഓക്കെ പക്ഷെ ഭയങ്കരമായിട്ട് വയറ് നിറഞ്ഞു പോയല്ലേ, ഭയങ്കരമായിട്ട് വയറങ്ങ് ഡുമ്മെന്നായി. എൻ്റെ പിന്നെ ഒരു സ്റ്റാർട്ടർ, ഒരു മെയിൻ കോഴ്സ്, റൈസിൻ്റെ ഒരു മെയിൻ കോഴ്സ്, ഒരാൾക്കൊരു സ്റ്റാർട്ടർ, 2 സ്റ്റാർട്ടർ, 2 മെയിൻ കോഴ്സ്, 2 ഡെസേർട്ട്. എനിക്ക് പോലും പക്ഷെ മറ്റേ റൈസ്, പർപ്പിൾ റൈസ് ഞാൻ ഉദ്ദേശിച്ച ക്വാണ്ടിറ്റി, അത് ഭയങ്കര ക്വാണ്ടിറ്റി ചോറ്. കറി അത്യാവശ്യം ഉണ്ടായിരുന്നു, പൈനാപ്പിൾ റൈസും അത്യാവശ്യം ഉണ്ടായിരുന്നു. വന്നു ഉണ്ടാക്കി വേണ്ടി വന്നു. അപ്പൊ ശരി, ഞങ്ങൾ പോവാണ്. എല്ലാവർക്കും അറിയാം ബാക്കി വണ്ടി കുറേ ദൂരം നടക്കാനുണ്ട്. ഞങ്ങൾ നടക്കാനാണെങ്കിൽ അല്ലെങ്കിൽ ടയേർഡായിട്ടിരിക്കുക. സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി, ബീച്ചിൽ അങ്ങനെ ഇറങ്ങിയില്ല. ബീച്ചിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നേരത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ കാല് നനച്ചതേ ഉള്ളൂ. ഇനി നാളെ രാവിലെ പോകണം. രാവിലെ 5 മണിക്കൊക്കെ കയാക്കിംഗ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് പോയിട്ട് ചോദിക്കണം, ഞങ്ങളുടെ പാക്കേജിൽ കയാക്കിംഗ് ഒക്കെ ഇൻക്ലൂഡഡ് ആണോ, അങ്ങനെ എക്സ്ട്രാ കാശ് കൊടുക്കണം എന്താണെന്നൊക്കെ അന്വേഷിച്ചിട്ട്. ഏതാ ക്ലിയർ കയാക്ക് വരണമെന്നൊന്നുമില്ല, വെറുതെ എന്തില്ല, അല്ലെങ്കിൽ എനിക്ക് പേടിയാണ്. അതെങ്ങനെയാ നീന്താൻ അറിയുന്നത്? ഒരു ഇത് ശ്വാസത്തിൽ നീന്താൻ അറിയാം. അത് നീന്താൻ അറിയുമെന്ന് ആരെങ്കിലും പറയുമോ? ശ്വാസം തീർന്ന ഞാൻ ചത്തില്ലേ? നെക്സ്റ്റ് ടൈം വരുമ്പോഴേക്കും ഞങ്ങൾ മൊത്തം ഫുള്ള് നീന്തൽ പഠിച്ചിട്ട് സ്നോർക്കലിങ്, സ്കൂബ, കടലിന്റെ അടിയിലായിരിക്കും ഞങ്ങൾ അല്ലേ? ഇത്തവണ ഇതൊക്കെ ചെയ്ത് ഞാൻ കടലിലൊക്കെ ഇറങ്ങിയില്ലേ, ലൈഫ് ജാക്കറ്റ് സീ വാക്കിങ് ചെയ്തു. അതിന്റെ വീഡിയോസ് ഞങ്ങൾ പോലും കണ്ടില്ല. വീഡിയോ പെൻഡ്രൈവിലാക്കി അവർ തന്നിട്ടുണ്ട്. പെൻഡ്രൈവിലുണ്ടാവോ. ഞങ്ങളിത് റിസപ്ഷനിലെത്തി. ഇവിടെ ഒരാളിരുന്ന് ലൈവായിട്ട് മ്യൂസിക്കൊക്കെ ചെയ്യുന്നുണ്ട്, മ്യൂസിക് പാടുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്. ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിലാണല്ലോ തിരക്ക് കൂടുതൽ അല്ലേ? ഇൻ്റർനാഷണലിൽ കുറവാണോ? ഇതാണോ ഇന്റർനാഷണൽ? അല്ല, ഇത് ഇന്റർനാഷണലും അത് ഇറ്റാലിയൻ ആണോ? അല്ലേ? ഞങ്ങൾ മെയിൻ കോഴ്സൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജസ്റ്റ് കഴിച്ച് തുടങ്ങിയതേ ഉള്ളൂ. ഞാൻ ആ പാഡ് തൈ നൂഡിൽസിൻ്റെ ഒരു 2 സ്പൂൺ കഴിച്ച് രാഹുലിനെ കുറച്ചെടുത്ത് മാറ്റി രാഹുലിൻ്റെ പ്ലേറ്റിലോട്ടും വെച്ചു കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ ആ പാട്ട് പാടുന്നത് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അവിടോട്ട് പോയി. അവിടെ പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും ആ ഒരു പ്ലേറ്റ് ക്ലിയർ ചെയ്ത് വെച്ചേക്കുന്നു, എന്നിട്ട് ഡെസേർട്ട് കൊണ്ടുവച്ചേക്കുന്നു. എനിക്കങ്ങ് വിഷമം വന്നു. എന്ന് വെച്ചാൽ ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല, വാങ്ങി അങ്ങനെ വെച്ചതേ ഉണ്ടായുള്ളൂ. എന്നിട്ട് ഞാൻ വെയിറ്ററിനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ അത് ക്ലിയർ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു ഇന്ന് 2ാമത് ഉണ്ടാക്കിക്കൊണ്ട് വരാം, അതാലോ അറിയാണ്ട് മാറ്റിയതാണ്, തിരിച്ചു വരുമെന്ന് വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഹാഫ് പോർഷൻ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വെയിറ്റ് ചെയ്യുക ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്.
എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? കഴിച്ചതെല്ലാം നല്ലതാ. സൂപ്പായാലും സ്റ്റാർട്ടർ ആയാലും. പിന്നെ ദേ രാഹുലിനൊരു ഡെസേർട്ട്. ഇതെന്താ? ബനാന ഇൻ കോക്കനട്ട് മിൽക്കോ അങ്ങനെയുണ്ട്. ആ പൂവ് കഴിക്കല്ലേ? എൻ്റെ മാംഗോ ഷേക്ക്. ഇതെന്താണ്? ബനാന ഇൻ കോക്കനട്ട് മിൽക്ക് അല്ലേ? ഇതെൻ്റെ ബ്രൗണിയുടെ ചോക്ലേറ്റും ഇതൊക്കെ ഞങ്ങൾ കഴിച്ചു. ഇനി പാട്ടായി വരുന്ന വരെ വെയിറ്റ് ചെയ്യണം. എന്നാലും എൻ്റെ പാട്ടായി എടുത്തോണ്ട് പോയി. അതൊന്നും കഴിച്ചില്ല ഞാൻ. എനിക്ക് അതാ വിഷമം വന്ന്. പറയാനില്ല, അവർ കൊണ്ടുവരും. എന്നാലും ഞാൻ കഴിച്ചോണ്ടിരുന്നല്ല. അയാൾ എന്തിനെടുത്തിട്ട് പോയാണ്? വിഷമം വന്ന്. എൻ്റെ ഫുഡ് എടുത്തോണ്ട് പോയി. അതെ എൻ്റെ അതെ എൻ്റെ ഫുഡിലാരെങ്കിലും തൊട്ട് എനിക്ക് ദേഷ്യം വരും. നല്ല ഒച്ചയും ബഹളം. അപ്പം അത് കാണാൻ വേണ്ടി ഒന്ന് അങ്ങോട്ട് പോയതാ. അവരവിടെ ഭയങ്കര വൈബാണ്. ഒരു പുള്ളിക്കാരനും കൂടി നന്നായിട്ട് അടിപൊളിയായിട്ട് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് എല്ലാ പാട്ടിനും. അവരെനിക്കവിടെ പാർട്ടി ആനിമൽസ് ആണെന്നുകൊണ്ട് ഏത് പാട്ട് പാടിയാലും അവർക്കറിയാം. അങ്ങനെ ഞങ്ങളത് കാണാൻ വേണ്ടി ഒന്ന് അങ്ങോട്ട് മാറിയതേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്കും എടുത്തോണ്ട് പോയി ഫുഡ്. പണ്ട് മറ്റൊരു പഴഞ്ചൊല്ലില്ലേ, അവന് എന്താണ്, ഒന്ന് എണീറ്റ കുണ്ടി അടിച്ചോണ്ട് പോണ കാലം. അങ്ങനെ എൻ്റെ ഫുഡും കൊണ്ടുപോയ അയാളെ കണ്ട ഒരു ഇന്ത്യൻ ലുക്കും ഉണ്ട്.